ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഇന്ന് ഭഗവത്ഗീത 7-ാം അധ്യായം. നമുക്ക് ഇതൊക്കെ ഒക്കത്തോളം നമുക്ക് മനസ്സിലാക്കണം. ഭഗവാൻ അർജുനൻ കൊടുക്കുന്ന ഉപദേശം നമുക്കുള്ളതല്ലേ. നമ്മളും അർജുനനാണ്. ഭഗവാൻ അത്രമാത്രം സ്നേഹമാണ് അർജുനനോട്. അപ്പം നമ്മളും അങ്ങനെ ഭഗവാന്റെ സ്നേഹത്തിന് പാത്രമാകുക. ഇന്ന് ഭഗവാൻ അരൂപിയായിട്ട് നിൽപ്പുണ്ട്. അന്ന് ദേഹം ഉണ്ടായിരുന്നു. അതാണ് സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറയാം. ആ പിതാവ് തന്നെയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റിനും നമ്മുടെ ഉള്ളത്തിലും പുറത്തും അമ്പലത്തിലും ഏത് വിഗ്രഹത്തിലും സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് സാക്ഷാൽ പരബ്രഹ്മൂർത്തിയായിരിക്കുന്ന നാരായണൻ കൃഷ്ണൻ. അപ്പോൾ നമുക്കും ഒരു ഭഗവാന്റെ ഭക്തൻ അല്ലെങ്കിൽ ഭഗവാന്റെ സന്തതി നമുക്ക് ഇത് ആവശ്യമുണ്ട്. നമുക്ക് സമ്പത്താണിത്. എല്ലാവരും പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് എല്ലാവർക്കും വേണം, വീതിച്ചെടുക്കണം. അതിന് ഇല്ലാതെ പോകരുത്. നമ്മളിവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിതാവിൻ്റെ അവകാശം നമുക്ക് ഉള്ളതാ. ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് അവകാശം. നമ്മൾക്കും അതിൻ്റെ ആഗ്രഹം വേണം. എനിക്കും. കാരണം ഈ ലോകത്തിലുള്ളതൊന്നും നമുക്ക് നിത്യമല്ല, അത് ശാശ്വതമല്ല, നമുക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല. എന്നാൽ ഈ പരമാത്മാവായ ഈശ്വരൻ്റെ സമ്പത്ത് ഇതാണ്. ഇത് നമുക്ക് കൈക്കലാക്കണം കുറച്ചെങ്കിലും. അത് നമ്മൾ താല്പര്യപ്പെട്ട് എടുക്കണം മക്കളെ. അതിന് ഞാൻ പറഞ്ഞു തരുക. നിങ്ങൾ അറിയാതെ കടന്നു പോകും. അയ്യോ, എനിക്കിതൊന്നും കിട്ടില്ല, എൻ്റെ പിതാവിൻ്റെ പങ്കാണെന്ന്. ഞാനും മക്കളായിരുന്നല്ലോ, എനിക്ക് ഓഹരി കിട്ടിയില്ല എന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് അറിയും, നല്ല ഓർമ്മയോടിരിക്കും വേണ്ട ഇതൊക്കെ എടുക്കാൻ. ഭഗവാൻ അന്ന് ഇരുന്ന സമയത്ത് അർജുനനെ അടിച്ചേൽപ്പിക്കുന്നു. ഇന്ന് ഭഗവാൻ അരൂപിയായിട്ടിരുന്ന് ഉള്ളം കൊണ്ട് ഓരോരോ വ്യക്തികളിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നു. ഒന്നും അറിയാത്ത മക്കൾക്ക് എനിക്കൊന്നും അറിയണമെങ്കിൽ എന്നാലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നമുക്കും പങ്കിട്ടെടുക്കണം, ആർക്കും വിട്ടുകൊടുക്കണം. നമ്മുടെ അവകാശം നമുക്ക് തന്നെ വേണം. ലോകപിതാവിൻ്റെ സമ്പത്ത് ഇതൊക്കെയാണ്. അത് നമ്മൾക്ക് വീതിച്ച് എടുക്കണം. എല്ലാവരും എടുക്കണം. അതൊന്നും കുറയ്ക്കണ്ട. നമുക്ക് എത്രത്തോളം കിട്ടാം അത് നമുക്ക് ഭഗവാന്റെ അടുക്ക ഒന്നിനും മുട്ടില്ല, എത്ര വേണേലും തരും. അതുകൊണ്ട് 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗമാണ്. ശ്രീ ഭഗവാൻ വാച. ഭഗവാൻ അർജുനനോട് പറയുന്നു. എന്താ പറയാ? മയ്യാസക്തമനാപാർത്ഥ യോഗം യുജ്ജന്മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. ഭഗവാൻ പറഞ്ഞു, അതായത് ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന. നമ്മൾ ഓരോരുത്തരെയും വിളിക്കുക ഭഗവാൻ. നമ്മളെല്ലാവരും അർജുനനാണ്. അർജുന അല്ലെ അർജുനി, സ്ത്രീ ആയാലും പുരുഷനായാലും. കാര്യം ഇവിടെ പുരുഷന്മാർ കൂടുതൽ ഇത് ഞാൻ പറയുന്നത് കേൾക്കത്തില്ല. കാരണം സ്ത്രീകൾക്ക് അത്രയ്ക്കൊന്നും അറിവില്ലാത്തതുകൊണ്ട് അത് അത്രയ്ക്ക് ചിലർക്കൊരു ഈഗോ ഉണ്ട്. എന്നാൽ ഈഗോ ഇല്ലാത്ത നല്ല തനി ഭക്തന്മാരുണ്ട്. സാധു ഭക്തന്മാർക്ക്, നിഷ്കളങ്കമായ ഭക്തന്മാർക്ക് അവിടെ പുരുഷനെന്ന സ്ത്രീ എന്നുള്ള വ്യത്യാസമല്ലേ. എവിടെന്നെങ്കിലും അല്പം കിട്ടിയാൽ സന്തോഷമായിട്ട് സ്വീകരിക്കും. നമുക്ക് ഇപ്പം കടകളിൽ നന്നായി ചായ ഇടാൻ അറിഞ്ഞുകൂടാ. നമ്മളെ വീട്ടിലാണ് ചായ ഇടുന്നത്. ചിലർക്ക് പറയും കടകളിലെ ചായ തന്നെ കുടിച്ചാലേ പറ്റൂ, വീട്ടിലെ ചായക്ക് അത്ര പറ്റില്ലെന്ന് പറഞ്ഞാലും എത്രയോ നല്ല മനുഷ്യർ വീട്ടിലെ ചായക്ക് പ്രധാനമുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. നമുക്ക് ഇപ്പോൾ സ്ത്രീകളാണ്, എത്രയോ കടകളിൽ സ്ത്രീകൾ ചായ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ചിന്തിക്കണം. അത്രയേ ഉള്ളൂ. പുരുഷന്മാർക്ക് ചിലർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു അല്പം അവർക്ക് എന്തറിയാം, നമുക്ക് അറിവുള്ളവനൊക്കെ മതി. നമുക്ക് സ്ത്രീകൾക്കായാലും പാവം സാധു ഭക്തന്മാരായ പുരുഷന്മാർക്കായാലും എനിക്കെല്ലാവരെയും ഒന്നുപോലെ, എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് ഞാനും കരുതുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്താ പറഞ്ഞ? ഹേ അർജുന, പരമാത്മാവായ പരമേശ്വരനായ എന്നിൽ. അപ്പോൾ ആ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അർജുന പരമേശ്വരനായ അല്ലെങ്കിൽ പരമാത്മാവായ. അപ്പോൾ ഭഗവാൻ യഥാർത്ഥത്തിൽ രൂപമെടുത്തെങ്കിലും ആള് പരമാത്മാവല്ലേ, പിതാവല്ലേ. അപ്പം നമ്മൾ ചിന്തിക്കണം, ലോകത്തിൻ്റെ യഥാർത്ഥ പിതാവ് തന്നെയാണ് കൃഷ്ണൻ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അങ്ങനെയുള്ള എന്നിൽ, പിതാവായ എന്നിൽ, കൃഷ്ണനിൽ അഭിനിവിഷ്ടമായ മനസ്സോടു കൂടിയവനായി
അത്രയ്ക്ക് ആസക്തി വേണം നമുക്ക്. നമ്മുടെ പിതാവ്, നമ്മുടെ ഈശ്വരൻ, നമ്മുടെ പിതാവ് തന്നെയാണ്. ആ പിതാവിനോട് എത്രമാത്രം താല്പര്യം, അത്ര ആർത്തി, ആസക്തി, അങ്ങനെയുള്ള മനസ്സോട് കൂടിയവനാണ് നമ്മൾ. അങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്. എല്ലാ മക്കളും അങ്ങനെ തന്നെ ഇരിക്കണം. നമ്മുടെ ഭഗവാൻ, നമ്മുടെ പിതാവ്, ആ കൃഷ്ണനിൽ ആർക്കാണ് ഇത്ര ആസക്തി? അങ്ങനെയുള്ള മനസ്സോട് കൂടിയവനായി, യോഗത്തെ ശീലിക്കുന്നവനായും. അങ്ങനെ മനസ്സ് മാത്രം പോരാ, യോഗിയാവണം. ഭഗവാനിൽ ധ്യാനത്തിൽ കൂടി ഇരുന്നിരുന്ന് എൻ്റെ പിതാവാണെന്ന് മനസ്സിലാക്കി ആ യോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയാവണം. അപ്പോഴല്ലേ യോഗമാവൂ, അപ്പോഴല്ലേ ചേർച്ചയാവും, ലയം വേണ്ടേ? ഭഗവാനും നാമും തമ്മിൽ ലയം പ്രാപിച്ച് നാം അതായി മാറണ്ടേ? ഭഗവാൻ വന്നതുപോലെ നമ്മളും അതിൻ്റെ ഒരു അംശമാണ്, നമുക്കത് രുചി അറിയണ്ടേ? അപ്പോൾ അങ്ങനെ ആരാണ് അത്രയ്ക്ക് താല്പര്യത്തോട് മനസ്സോടു കൂടിയ യോഗത്തെ ശീലിക്കുന്നവനായും എന്നെ തന്നെ ശരണം പ്രാപിച്ചവനുമായി ഇരുന്നു കൊണ്ട്, അപ്പോൾ നമുക്കെന്താ ഉള്ളത്? പിതാവായ ദൈവം തന്നെയാണ് നമുക്ക് ശരണം. ഭഗവാനല്ലാതെ മറ്റാരും തന്നെയില്ല. നമ്മുടെ കൃഷ്ണൻ നമ്മുടെ പിതാവാണ്. അങ്ങനെ ശരണമാണ് നമുക്ക്. എന്തിനും ഏതിനും ഭഗവാൻ അല്ലാതെ യാതൊന്നിനും മറ്റാരുമില്ല. ഈ ലോകത്തുള്ള മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ പിതാവായ ദൈവത്തെ ആശ്രയിക്കുന്നത്. അപ്പം നമുക്ക് വിചാരിക്കണം, നമ്മൾ ഭഗവാനിൽ തന്നെ യോഗം പൂണ്ടിരിക്കുകയും വേണം. ആസക്തിയോടുകൂടി ഭഗവാൻ അല്ലാതെ മറ്റാരും ശരണമില്ല എന്നുള്ളൊരു മനസ്സോടുകൂടി ആരാണ്? എന്നിട്ടോ അങ്ങനെ ഇരുന്നു കൊണ്ട് വിഭൂതി, ബല, ഐശ്വര്യാദികളോട്, ഭഗവാന്റെ ബലങ്ങളും ഐശ്വര്യങ്ങളും, ലോകപിതാവല്ലേ, എന്തെങ്കിലും കുറവുണ്ടോ? വിഭൂതി എത്ര എന്തോ അത്ഭുതങ്ങളാണ് ഭഗവാൻ. അത്ര വിഭൂതി ആർക്കും നിശ്ചയിക്കാൻ പറ്റാത്തവണ്ണമുള്ള എന്തൊക്കെയാ ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെയുള്ള ആർക്കെങ്കിലും സാധ്യമാണോ? അതൊക്കെ ഒരു മനുഷ്യന് അലൗകികമാകുന്ന ശക്തി ഭഗവാനുണ്ട്. ആ വിഭൂതി, ബല, ഐശ്വര്യാദികളോട് കൂടിയിരിക്കുന്ന എന്നെ, അങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണനെ എപ്രകാരം സംശയം കൂടാതെ അറിയുമോ അതിനെ കേട്ടാലും. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ അല്ല എന്നകം തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അങ്ങനെ എത്രപാരം സംശയം, ഒരു സംശയം എനിക്കില്ല. എനിക്ക് പരമാത്മാവായ കൃഷ്ണൻ, ലോകപിതാവായ നമ്മുടെ പിതാവ് തന്നെയാണ്. ആ കൃഷ്ണൻ തന്നെയാണ്. ആ കൃഷ്ണൻ തന്നെയാണ് നമ്മളും വസിക്കുന്നത്. നമ്മൾ ഭഗവാനിൽ അങ്ങനെ ഉറപ്പുണ്ട്. യോഗമായിരിക്കുക. അങ്ങനെ യോഗമില്ലെങ്കിൽ നമ്മൾ ആ യോഗിയായി തീരണം. ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രം പോരാ, തപസ്സിൽ കൂടി. ഇന്നൊരു മകൾ എന്നോട് പറഞ്ഞു, അമ്മയെ കാണാനും ഗുരുവായൂരപ്പനെ കാണാനും കൊതിയാകുന്നെന്ന്. നാം തന്നെയാണ് മക്കളെ ഗുരുവായൂരപ്പൻ. നമ്മൾ തന്നെയാണ് ഗുരുവായൂരമ്പലം. നമ്മൾ ആ ഗാത്രം ആ ക്ഷേത്രമാണ്. ആ ഗുരുവായൂരമ്പലവും കൃഷ്ണനെയൊക്കെ നമ്മുടെ ഉള്ളത്തിൽ കാണാം. അതിനുവേണ്ടി യോഗം ചെയ്യണം. ആ യോഗം ചെയ്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നാം തന്നെയാണ് ഗുരുവായൂരമ്പലവും. അപ്പോൾ ഗുരുവായൂരപ്പനും എല്ലാം നാം തന്നെയായി മാറിക്കഴിയുകയാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ നമ്മുടെ ഉള്ളത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങും പോയി കാണുന്ന ആഗ്രഹമേ വരത്തില്ല. എന്നെ ഒന്ന് രണ്ട് മൂന്ന് മക്കൾ ഇങ്ങനെ ദർശനം കണ്ടതായിട്ട്, സ്വപ്നം കണ്ടതായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ ചിന്തിക്കും, എൻ്റെ കുട്ടിനാളി ഒരു 10-20 വയസ്സൊക്കെ ഉള്ളപ്പോഴാണോ, അതോ ഇനി 10 അല്ല അത്രയൊക്കെ ഉള്ളായിരിക്കും. എനിക്ക് ഓർമ്മയില്ല എത്ര പ്രായമുണ്ടെന്ന്. കാരണം അതോ ഇനി ഇവിടെ താമസിക്കുമ്പോഴാണോ, അവിടെ താമസിക്കുകയാണെങ്കിൽ 10-18 വയസ്സ് കാണും. അപ്പോൾ വള്ളിക്കാലമ്മയുടെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വരുത്തി വായിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വള്ളിക്കാലമ്മ ഇങ്ങനെ, എനിക്ക് അമ്മയെ കാണണം, ഈ ദേവിയെ കാണണം, ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരുത്തർക്കും കാണത്തില്ല. അത്ര ആവേശമായിരുന്നു. ഈ പറയുന്നു. അന്ന് എനിക്ക് ഭഗവത്ഗീതയൊന്നും എൻ്റെ അങ്ങനെ ഇല്ല. അപ്പോൾ ആ അമ്മയുടെ പുസ്തകം ഇതുപോലൊക്കെ ഉള്ളതാണ്. അപ്പം ഞാനിത് വരാൻ വേണ്ടി കാത്തിരിക്കും. ഈ പുസ്തകത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് കിട്ടി അപ്പോഴേ മിഴുങ്ങി ഇറക്കും. ഞാൻ അപ്പോഴേ വായിച്ചത് അടുത്തതിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കും. അപ്പോൾ വള്ളിക്കാലമേ എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും നനച്ചിരുന്ന എന്തുവരും ദർശനം കാണാം. അത് നമ്മുടെ മനസ്സിൻ്റെയാണ്. അതുപോലെ എൻ്റെ മകൾ ബോംബെയിലുള്ള മകളാണ്. ഭയങ്കര സ്നേഹമാണ്. വിളിച്ചാൽ പിന്നെ 5-6 മണിക്കൂർ എൻ്റെ സംസാരം മാറ്റൂ. എന്തൊക്കെയോ അങ്ങ് പറയും ആത്മീയമായ. അങ്ങനെയുള്ള മകളാണ്. എന്നെ അങ്ങ് കണ്ണുള്ളാൻ കൊതിയാവുമെന്ന് പറഞ്ഞ് എന്താ കാരണം? എപ്പോഴും ഇതൊക്കെ വായിക്കുമ്പോൾ ഞാനില്ല വള്ളിക്കാലമ്മയുടെ കാര്യം എനിക്കന്നേരം ചിരി വന്ന് മനസ്സിലിങ്ങനെ ഇരിക്കുന്നുണ്ടാണ് തോന്നുന്നത്. അതൊക്കെ ഇതിൻ്റേതായ ഒരു മനസ്സിൻ്റെ മക്കളെ. നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. ഞാൻ പിന്നെ പോകെ മനസ്സിലായത്. വള്ളിക്കാലമ്മയെ ദർശനം കണ്ട് ഞാൻ കുട്ടിനാളി അയ്യപ്പസ്വാമിയെ പുലിപ്പുറത്ത് പോകുന്നൊക്കെ ദർശനം കണ്ട. കാരണം അന്ന് എനിക്ക് അയ്യപ്പനായിരുന്നു എൻ്റെ മോഹമൊത്തു. ആ കാലത്ത് 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് അയ്യപ്പ മുട്ടിക്കാൻ എന്തോ വലിയ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇന്ന് നമുക്കറിയാം പൂച്ചയൊക്കെ നമ്മളെ വീട്ടിൽ കൂടെ നടക്കുന്നത് പോലെ ഞാനങ്ങനെ അയ്യപ്പൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നത് മനസ്സിനകത്ത്.
മനസ്സിൽ കണ്ടുകൊണ്ട് അന്ന് ഞാൻ നാമം ചൊല്ലി അച്ഛൻ പറഞ്ഞ ധ്യാനിക്കാതിരിക്കുമ്പോൾ കാണുന്നൊക്കെ നല്ല നല്ല സുന്ദരനായ ആ ഒരു കൊച്ചു മുഖവും കുഞ്ഞായിരിക്കുന്ന ആ കുഞ്ഞൊരു 8-10 വയസ്സുള്ള ബാലൻ പിന്നെ പുലിപ്പുറത്തിരിക്കുന്ന ഇങ്ങനെയൊക്കെ ഞാൻ ദർശനം കാണും. അപ്പോഴൊക്കെ ഞാൻ ഇതാണ് ഇങ്ങനെയാണെന്ന് അതൊക്കെ നമുക്കൊന്നും വലുത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊക്കെ അല്ല. ഇപ്പോൾ ഇതെല്ലാം പരബ്രഹ്മമായി മാറിക്കഴിഞ്ഞ് ഇപ്പോൾ രൂപമില്ല. ഇപ്പോൾ എനിക്ക് രൂപത്തോടെ അല്ല എനിക്കിഷ്ടം. അതിൻ്റെ ആ ചൈതന്യമായിരിക്കുന്ന ആ നിർവൃതി ആ ഉണ്മയാണ്. ഭഗവാൻ എന്തായാലും കൃഷ്ണനായാലും മുരുകനായാലും വള്ളിക്കാലമ്മയായാലും കർത്താവായാലും എല്ലാം എനിക്കെല്ലാം ഒന്നുപോലെ എല്ലാം. അതായത് ആ പരബ്രഹ്മം തന്നെയാണ് സർവ്വത്തിലും, അത് എന്നിലും ഞാനും അങ്ങനെ ഒരു അവസ്ഥയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് രൂപങ്ങളൊന്നും തന്നെ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ കൃഷ്ണൻ്റെ നാമം ചൊല്ലുന്നതും നമുക്ക് ആനന്ദിക്കാൻ നാമങ്ങൾ ചൊല്ലണമല്ലോ. അതുകൊണ്ട് എല്ലാം അങ്ങനെ കാണും. അതല്ല നമുക്ക് പഠിച്ച് വരേണ്ട മക്കൾക്ക് വേണ്ടി ആഗ്രഹത്തോടെ ഇരിക്കുന്നവർക്ക് നന്നായി ഒരു പാട്ട് പാടുമ്പോൾ അതിൽ കൂടി എന്തെങ്കിലും കൃപ കിട്ടുന്നെങ്കിൽ അതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതെല്ലാം മാറി വരുമ്പോൾ നാം തന്നെ അങ്ങ് ആയി മാറും. എൻ്റെ ജയാമകളെ അന്നേരം പിന്നെ ഈ ആർത്തിയൊക്കെ അങ്ങ് മാറും. നമ്മൾ തന്നെ അങ്ങ് കണ്ട് രസിച്ച് സുഖിച്ച് ആനന്ദിച്ച് ഇരുന്നാൽ മതി. അതിനുവേണ്ടി പ്രയത്നിക്കാനാണ് ഞാൻ എല്ലാവരോടും വാതോരാതെ പറയുന്നത്. എല്ലാവരും ഈ ആനന്ദം അനുഭവിക്കുകയും അങ്ങനെ ആയിത്തീരണ്ടേ, അല്ലെ നഷ്ടമല്ലേ ഈ ജന്മം. അതുകൊണ്ട് പറയാം, അതുകൊണ്ട് നമ്മളത് ആയിത്തീരുക, നാം അതാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനും ഇപ്പം അയ്യപ്പനും കൃഷ്ണനും പിന്നെ കർത്താവും ഗുരുദേവനും എല്ലാം എനിക്ക് ഗുരുദേവ എന്ന് പറയാനും അടുത്ത കൃപ വരും, കർത്താവേ എന്ന് പറയാനും പരമാത്മാ കൃപ വരും, കൃഷ്ണ എന്ന് പറയാനും പിതാവിൻ്റെ കൃപ വരും, അമ്മ ദേവി പരാശക്തി എന്ന് പറയാനും കൃപ വരും. എന്താ കാരണം? സർവ്വത്തിലും ആ പരബ്രഹ്മമായിരിക്കുന്നത്. അത് ഒന്നേ ഉള്ളു, രണ്ടില്ല. അതുകൊണ്ട് വള്ളിക്കാലം എന്ന് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലോ എന്ത് ഒരു ഇല കണ്ടാലും പുഷ്പം കണ്ടാലും അതുണ്ടാകുന്നു. അപ്പോൾ സർവ്വത്തിൽ ഞാൻ അങ്ങനെ ദർശിക്കുന്നുണ്ട്. ആ ആനന്ദം അങ്ങനെ എല്ലാത്തിലും കിട്ടുമ്പോൾ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണോ? അങ്ങനെ ആയിത്തീരണം എല്ലാവരും. അതുകൊണ്ട് പറയുക, ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ചൈതന്യം, അതാ ഉണ്മ, അതാണ് സത്യം, അത് സ്നേഹം, അത് കരുണ, ഇതൊക്കെയാണ്. ഇപ്പം ഗുരുദേവ എന്ന് പറയുമ്പോൾ എനിക്കൊരു അനുകമ്പയാണ് കൂടുതൽ ചിന്തിക്കുക. ഭഗവാനെ ഗുരുദേവ, ആ അനുകമ്പാ ദശകം, ഇതൊക്കെ അതുമാത്രമല്ല പിന്നെ എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഓർക്കുകിൽ നാം ചൊല്ലുന്നതും അല്ല കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു പൂജിക്കയതും, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപ അറ്റ് പൂജിക്കയതും. ഇതാരാ? ഗുരുദേവനെ ഞാൻ ചിന്തിക്കുമ്പോൾ എങ്ങനെ എനിക്ക് കൃപ കിട്ടാതിരിക്കും? ആ ഗുരുദേവനെ ഓർത്താൽ എങ്ങനെ ഞാൻ ആസ്വദിക്കാതിരിക്കും? കർത്താവ് യേശു എങ്ങനെ ആസ്വദിക്കാതിരിക്കും? ഞാനത് ആ നാമം കേൾക്കുമ്പോൾ എന്തിനു വേണ്ടി ത്യാഗം, ജീവൻ എല്ലാം രക്തവും ചിന്തി, ആർക്ക് വേണ്ടി? അറിവില്ലാതെ നമ്മളെ നന്നാക്കാൻ വേണ്ടി വന്നതല്ലേ. നാമല്ലെങ്കിൽ മറ്റാ നമ്മളെ പോലെ ആരെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് അതിനു വേണ്ടി വന്നു. നമുക്ക് ഇവിടം വരെ എങ്ങനെയോ ഇവിടം വരെ അറിവ് കിട്ടി. നമ്മുടെ ഇന്ത്യ മൊത്തം ഇപ്പം എല്ലാ രാജ്യങ്ങൾക്കും ഇത് നമുക്കതെന്താ? നമുക്ക് ആ കർത്താവിനെ മാത്രം ചിന്തിച്ചാൽ പോരെ? കർത്താവിൻ്റെ പേരും പറഞ്ഞ് സമ്പാദിക്കുന്നവരെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പിന്നെ പിതാവ് വിട്ട പുത്രനെ അതൊക്കെ ഓർക്കുമ്പോൾ അത് മാത്രമാണോ? ഞാൻ 40 വയസ്സിൽ എനിക്കെന്തോ വെപ്രാളം കൊണ്ട് ഓടി എവിടെയെങ്കിലും പോകണം, വള്ളിക്കാലം എടുത്താണ് പോകണമെന്നാണ് എൻ്റെ മനസ്സ്. പക്ഷേ ഇവിടെ ദൂരമാണ്, ഞാൻ പോയിട്ടില്ല, ഇതുവരെയും പോയിട്ടില്ല. അങ്ങനെ കൊതിച്ചതേ ഉള്ളൂ. അപ്പോഴാണ് ഒരു സന്യാസി അച്ഛൻ വന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നത്, നമ്മുടെ അടുത്തൊരു പള്ളിയിൽ. അങ്ങനെ എല്ലാവരും പോയപ്പം എനിക്ക് എവിടെയെങ്കിലും പോയാൽ മതി, ഒന്നും കിട്ടാനോ നേടാനോ അല്ല, എനിക്കൊന്നും വേണ്ട. പക്ഷെ എന്തോ ആർത്തി, എന്തോ അവിടെ ചെല്ലുമ്പോൾ ആരാധന കേട്ടപ്പോൾ ഞാൻ അവിടെ എന്നിൽ എന്തോ ഒഴുകുക. ഞാനിങ്ങനെ എനിക്കങ്ങനെ എന്താ കൈ വീശണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ണടച്ചങ്ങിരിക്കുന്നു, ഞാനിങ്ങനെ വീശുവാണ് മൊത്തം. എന്തൊരു നമ്മുടെ ഹിന്ദുക്കൾക്ക് ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല, അറിഞ്ഞും കൂടാ. പക്ഷെ എന്നിൽ കർത്താവോ ആരോ ശക്തി കയറി ഞാൻ അവിടെ എല്ലായിടും അങ്ങ് വീശുക, എന്തോന്നോ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പ്രസരിക്കുക. അപ്പോൾ അവിടെ എന്തിനു പോയി ഞാൻ? അപ്പോൾ മനസ്സിലാക്കണം, നമുക്ക് ഒന്നിനും വേണ്ടിയല്ല ഭഗവാന്റെ ഭക്തി, ഭഗവാനുള്ള ഭക്തിയും സ്നേഹവും
അപ്പം കർത്താവ് എന്നിട്ട് അന്ന് തന്നെ അവിടെ ഏതാണ്ട് 8 മണി തൊട്ട് 1:30 വരെ ആയപ്പം അവിടുത്തെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാത്രി വിളക്കൊക്കെ കത്തിച്ച് ഒരേ ഒരു നാമം, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ, കർത്താവേ എൻ യാചന നൽകണമേ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ, കർത്താവേ എൻ യാചന നൽകണമേ. പിന്നെ ഒത്തിരി ഉണ്ട്. ഇത് മാത്രം രാത്രി നാമം ചൊല്ലി, വേറൊന്നും ചൊല്ലിയില്ല. കർത്താവിൻ്റെ നാമത്തിൽ കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അത് അംഗീകരിച്ച് ഉറച്ചിഞ്ഞു പോരുന്നു. അത് തന്നെ. അപ്പം കർത്താവ് വിചാരിച്ചാണ് ഒറ്റ ദിവസം കൊണ്ട് മറ്റ് നാമങ്ങളെല്ലാം പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചു. ആ പറഞ്ഞതുപോലെ ഞാൻ കർത്താവിൻ്റെ നാമം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, കണ്ടിട്ടില്ലെങ്കിലും. എങ്ങനെ കണ്ടിട്ടില്ല? ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. എന്നിട്ട് ആ രാത്രി 9:30 10 മണിക്കകത്ത് ഞങ്ങൾ കിടക്കാൻ ലൈറ്റ് അണയ്ക്കുമ്പോൾ ആ ഹാള് മൊത്തവും അത് ഒരു 10 100 സൂര്യൻ്റെ പ്രകാശം. ട്യൂബ് ലൈറ്റ് അണഞ്ഞില്ലേ? നോക്കിയപ്പം മേലോട്ട് നോക്കിയപ്പം സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപമല്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. ദർശനങ്ങൾക്ക് ഒത്തിരി കണ്ടത്, പ്രത്യക്ഷമായിട്ട് എന്താ കണ്ടത്? അത് പിന്നെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ടല്ലോ, തീക്കുണ്ടം പോലെ ജ്വലിച്ച് തിളങ്ങി നമുക്ക് നോക്കിയാൽ കണ്ണവിടുന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത അത്ര ജ്വലിച്ച് നിൽക്കുക. അത് ഈ അടുത്ത കാലത്ത് ഞാനങ്ങനെ വിവേകാനന്ദ സ്വാമിയുടെ കണ്ണ് രണ്ടും അങ്ങനെ പ്രകാശിക്കുന്ന കണ്ടു. അതിനേക്കാൾ ഒന്നുകൂടെ വലിപ്പം ഉണ്ടായിരുന്നു ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യരൂപത്തിലല്ല കണ്ടത്. അപ്പോൾ അതാരാ? പിതാവല്ലേ. ആ പിതാവല്ലേ കർത്താവിൽ ഇരിക്കുന്ന പരമാത്മാവ് പുത്രനിൽ ഇരിക്കുന്നു. അങ്ങനെയാണ്. അപ്പം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് അറിവില്ലാണ്ട് ഇനിയും കർത്താവ് 2ാം വരവ് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. ഇനിയൊരു വരവില്ല. ആ കർത്താവിനെ ഞാൻ കണ്ടു കഴിഞ്ഞു. 40 വയസ്സ്, ഇപ്പം 32 വർഷത്തിന് മുമ്പേ എത്രയോ നാളിനെ കർത്താവ് വന്നു കഴിഞ്ഞു. കാണേണ്ടുന്നവർ കാണുന്നു, ഹൃദയശുദ്ധിയുള്ളവർ കാണുന്നു, അല്ലാത്തവർ കുത്തിയിരുന്ന് നോക്കും. അയ്യോ എന്നാ വരുന്നേ കർത്താവ്, ഇപ്പം വരും, ആകാശത്തോട് നോക്കിയിരിക്കുക, കൊതിച്ചിരിക്കുക, ഇപ്പം വരുമെന്നും പറഞ്ഞ്. പക്ഷേ ഇനി അങ്ങനൊരു വരവല്ല. നന്നായിട്ട് വേല ചെയ്യണം, പ്രാർത്ഥിക്കണം, ഉള്ള ഇഴിഞ്ഞിറങ്ങി പ്രാർത്ഥിച്ച് സൽപ്രവർത്തികളും എല്ലാം കർത്താവിനെ പോലുള്ള പ്രവർത്തികളെല്ലാം ആയി ഹൃദയശുദ്ധി ഒരു കുഞ്ഞിനെ പോലെ ആകുമ്പോൾ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കട്ട് വിടുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. കുഞ്ഞുങ്ങളാ നിഷ്കളങ്കത. അവരെ തടഞ്ഞു നിർത്തിയപ്പോൾ പറഞ്ഞ്, കുട്ടികളെ എൻ്റെ അടുക്കലേക്ക് വിടുവിൻ, നിങ്ങളും ഈ കുട്ടികളെ പോലെ ആകുവിൻ. അങ്ങനെ ആകുന്ന വ്യക്തിക്ക് 2ാം വരവുണ്ട്. അവർ കാണും. അതെന്നേ കണ്ടു കഴിഞ്ഞു, എന്നേ വന്നു കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റപ്പോഴേ ഭക്തന്മാർ കാണുന്നുണ്ട്. എനിക്കും അന്ന് കാണാൻ ഭാഗ്യമുണ്ടായി. അത് പിന്നെ ദർശനത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് മനുഷ്യരൂപത്തിലല്ലാത്തൊരു ഇതാ. അത് പിതാവ് തന്നെയാണ്. ആ പുത്രനിൽ പിതാവ് തന്നെ പ്രവർത്തിച്ചു. പുത്രനിൽ അത് അത്ര ശക്തി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒറിജിനൽ പിതാവായി മാറിക്കഴിഞ്ഞു, ഒറിജിനൽ ഒന്നായി കഴിഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അറിയാമേത്തവരൊക്കെ ഇന്നും കാത്തിരിക്കുക. ഉള്ള വെട്ടിക്കൊന്ന കാളയും പോത്തിനെയൊക്കെ തിന്നും കൊണ്ട് സുഖിച്ചിരിക്കുക. ഇപ്പം വരും കാണാൻ. കഷ്ടം. നമുക്ക് ഇത് എനിക്ക് എല്ലാം ഏകമാണെന്ന് പറയുക. അപ്പോൾ കർത്താവിനെ മറ്റൊരു കുറ്റം പറഞ്ഞാൽ എൻ്റെ ഹൃദയം വേദനിക്കുന്നത് ഞാൻ അതായതുകൊണ്ടാണ്. എന്നാൽ പിതാവായ ദൈവമായിരിക്കുന്ന ഈ കൃഷ്ണൻ ഒറിജിനല്ല. ആര് പറയാൻ എനിക്ക് സങ്കടം അത്രയ്ക്കില്ല. കാരണം പിതാവല്ലേ. പിതാവിന് എന്ത് സങ്കടം? മക്കൾ എന്തെങ്കിലുമോ പറയുന്നു. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞാൽ ആരോട് പറയാനാ? സഹിക്കുകയല്ലേ. അതുപോലെ എന്നാൽ പുത്രന്മാരായി വന്ന് ഗുരുദേവനെയോ കർത്താവിനെയോ ബുദ്ധനെയോ ചട്ടമ്പിസ്വാമികളോ ഇങ്ങനെയുള്ള ആര് എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ എൻ്റെ ഹൃദയമോ പൊടിയാ. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണ്. അത് എനിക്ക് പറയാൻ അറിയൂ. എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ പിതാവായ കൃഷ്ണനെ ആരും ഒന്നും പറയില്ല. പ്രത്യേകിച്ച് കൃഷ്ണനെ അങ്ങനെ ആരും ഹിന്ദുക്കൾ പറയാറില്ലല്ലോ. ഇത് ഹിന്ദുക്കൾ മറ്റുള്ളവരല്ലേ. ഇപ്പം ഹിന്ദു ആയാലും ഗുരുദേവൻ എത്രയോ പേര് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. അത് ഈഴവർ തന്നെ പറയുന്നവരുമുണ്ട്. എന്നുവെച്ചാൽ കർത്താവിനും കൃഷ്ണനും കർത്താവും ഗുരുദേവൻ്റെയും അടുക്കലേക്കല്ല നമ്മൾ പോകേണ്ടത്. പിതാവായ ദൈവത്തിലേക്കാണ് കർത്താവും ഗുരുദേവനും എല്ലാവരും പോയേക്കുന്നത്. അപ്പം നമ്മളും അങ്ങോട്ടാണ് പോകേണ്ടത്. വഴി അവർ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവമല്ല, നമുക്കും പിതാവാൻ ദൈവം, ഗുരുദേവനും ദൈവമുണ്ട്, യേശു കർത്താവിനും ദൈവമുണ്ട്. നമ്മൾ അവർ തരുന്ന വഴി വെളിച്ചം
ആ വഴികാട്ടി. അതുകൊണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി വഴി കാണിക്കാൻ വന്ന ഭക്തന്മാരായ മഹാത്മാക്കളെ വല്ലതും പറഞ്ഞാൽ സഹിക്കുന്ന എങ്ങനെയാ? അത് പിതാവായ ദൈവവും സഹിക്കത്തില്ല. എൻ്റെ നേരെ ആര് പറഞ്ഞാൽ ഞാൻ സഹിക്കും എന്ന പരിശുദ്ധാത്മാവിന് നേരെ ഒരുത്തൻ പറഞ്ഞാൽ അവർക്ക് നന്നായി ശിക്ഷ കൊടുക്കും. കാരണം ഇവിടെ ഗുരുദേവനും കർത്താവൊക്കെ പരിശുദ്ധാത്മാവ്, ഭഗവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. അവരെ പറഞ്ഞാൽ ദൈവം സഹിക്കത്തില്ല. ദൈവത്തെ അതാണ് എനിക്കതാ മനസ്സിലായി. കൃഷ്ണനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാം, കാരണം കൃഷ്ണനെ സഹിക്കും. കൃഷ്ണൻ ഒറിജിനൽ പരബ്രഹ്മമായതുകൊണ്ട്. അതേസമയം പരബ്രഹ്മത്തിൻ്റെ പരിശുദ്ധാത്മാവായി നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ പരമാത്മാവെന്ന് പറയും. അപ്പം ഗുരുദേവനിൽ ആ പരമാത്മാവ് നിറഞ്ഞു നിന്നും കൊണ്ടാണ് ഇതൊക്കെ കൃതികൾ എഴുതി നമുക്ക് വേണ്ടി തന്നേക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിയെ, അതുപോലെ കർത്താവും ആ പരിശുദ്ധാത്മാവെന്ന് അവർ പറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണ്? പിതാവാണ്. ആ പിതാവിനെ ഉള്ളത്തിലാക്കി വെച്ച് നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വന്ന അവരെ ആരെങ്കിലും ദുഷിച്ചാൽ എനിക്ക് വേദനിക്കും. അത് ദൈവവും പറഞ്ഞത് തന്നെ. എൻ്റെ നേരെ ഒരുവൻ പറഞ്ഞാൽ, അത് ബൈബിളിൻ്റെ വാക്ക് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞാൽ ഞാൻ സഹിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പറയുന്നവരെ സഹിക്കുകയില്ല. അതായത് ഏത് ഭക്തനിലും ഭഗവാന്റെ കൃപയുണ്ട്. ആ കൃപയോടെ ഉള്ള ഒരു വ്യക്തിയെ, ഒരു ഭക്തനെ, ഒരു സാധു സന്യാസിയോ അങ്ങനെ ഉള്ളവരെ ആരെങ്കിലും ദുഷിച്ചാൽ അത് ദൈവം സഹിക്കത്തില്ല എന്നാണ് ബൈബിൾ. അത് മനസ്സിലാക്കണം നമ്മൾ. ഇതൊക്കെ ഒരുപാട് മനസ്സിലാക്കി പഠിച്ചെടുക്കണം. അത് നല്ല വേദാന്തം ഉള്ളിൽ പഠിച്ചെങ്കിലേ ഇതിൻ്റെ യഥാർത്ഥ ഗൂഢമായ കാര്യങ്ങൾ മനസ്സിലാകുക. അറിയാണ്ടാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികളും മറ്റ് എല്ലാവരിലും ഉണ്ട്. യഥാർത്ഥത്തെ ഒരു മനുഷ്യനും അറിയുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഈ എന്നെ തന്നെ ശരണം പ്രാപിച്ചവനുമായിരുന്നുകൊണ്ട് വിഭൂതി ബല ഐശ്വര്യാദികളോട് കൂടിയിരിക്കുന്ന എന്നെ എപ്രകാരം സംശയം കൂടാതെ അറിയുമോ? അതിനെ കേട്ടാലും ഭഗവാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു തരാം, നീ കേൾക്കൂ അർജുന. രണ്ടാമത്തെ ജ്ഞാനം ദേഹം സവിജ്ഞാനമിതം പശ്യാമ്യശേഷത യജ്ഞാത്വാനേഹ ഭൂയോന്യൽ ജ്ഞാതവ്യം അവശിഷ്യതേ. ഏതൊന്നിനെ മനസ്സിലാക്കിയിട്ട് ഈ ലോകത്തിൽ വേറൊന്ന് അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ, ആ ജ്ഞാനത്തെ അനുഭവത്തോടു കൂടി വിസ്തരിച്ച് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ലോകത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ പിന്നെ ഒന്നും കിട്ടേണ്ടതായിട്ടില്ല എന്ന് ആർക്ക് തോന്നുന്നു? ഇവിടെ യഥാർത്ഥമായി ഏതൊന്നിനെ മനസ്സിലാക്കിയിട്ട് എന്താണ് കിട്ടാനും അങ്ങേയറ്റം നമുക്ക് കിട്ടാനുള്ളതാണ് ആ ഏതൊന്ന്. അതിനെ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതൊന്നിനെ മനസ്സിലാക്കിയിട്ട്, ഈ ഹിന്ദി ഇംഗ്ലീഷും മലയാളവും കണക്കൊന്നും അല്ല, ഏതൊന്നു വെച്ചാൽ ആ പരമാത്മാവിനെയാണ് അറിയേണ്ടത്. അതാണ് ഇത് പറയുന്നത്. അതാണ് ഏതൊന്നിനെ മനസ്സിലാക്കിയിട്ട് ഈ ലോകത്തിൽ വേറൊന്ന് അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ, ആ ജ്ഞാനത്തെ അനുഭവത്തോടു കൂടി വിസ്തരിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ഈ ലോകത്തുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ പല രീതിയിലും ഉണ്ട്. ഏതെല്ലാം പഠിച്ചാലും നമുക്ക് കിട്ടേണ്ടെന്നത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും തിരക്കി നടക്കും. അയ്യോ ഇനി ഏതിലാണ് കിട്ടുന്നത്? ഇപ്പം നമ്മൾ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞു, അതിൽ നിന്നൊന്നും നേടാൻ കിട്ടിയില്ല. അടുത്ത പിന്നെ രാമായണം വായിക്കും, അതും വായിച്ചു പോയി ഒന്നും നേടിയില്ല. വേറെ കിട്ടുന്നതൊക്കെ ഇനി ഏത് വേണം അല്ലെങ്കിൽ ആരുടെ അടുക്ക പോകണം, ഏത് ഗുരുവായിന് നല്ലത്, അടുത്ത ഗുരുവിൻ്റെ അടുക്ക പോയി ഇങ്ങനെ പോയി ഒരുപാട് പഠിക്കും, പക്ഷെ കിട്ടത്തില്ല. അങ്ങനെ ഉള്ളതിനെ കിട്ടിയാൽ ഏതൊന്നിനെ മനസ്സിലാക്കിയിട്ട് ഈ ലോകത്തിൽ വേറൊന്ന് അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ എന്ന് പറഞ്ഞാൽ, ഈ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാതെ തന്നെ ആ ഒന്നിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വല്ലതും വേണോ? ഇപ്പം യഥാർത്ഥത്തിൽ ഞാൻ ഇതൊന്നും പഠിക്കാതെ എനിക്ക് എൻ്റെ ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടു, സാക്ഷാത്കാരം നേടി, ഞാൻ ആനന്ദം അനുഭവിക്കുന്നു. പിന്നെ എനിക്ക് എവിടെ പോകണം? ഇപ്പം കുംഭമേള കാണാൻ പോകണമെന്നുണ്ടോ? ഗുരുവായൂർ പോകണമെന്നുണ്ടോ? ഏതെല്ലാം ഗ്രന്ഥങ്ങൾ ഇനി പഠിച്ചു വരണമെന്നുണ്ടോ? വേണമെങ്കിൽ നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. അറിവ് ഏറ്റവും കൂടുതൽ കിട്ടും, നല്ലത് തന്നെയാണ്. എല്ലാം പോയി കാണണമെങ്കിൽ പോകാം, പക്ഷെ ആഗ്രഹം ഉണ്ടാവൂ. കാരണം കിട്ടണമെന്ന് കിട്ടിയാൽ പിന്നെ അവിടെ നിന്ന് സുഖിച്ചാൽ പോരെ, ആനന്ദിച്ചാൽ പോരെ. അങ്ങനെ അതാ ഭഗവാൻ പറഞ്ഞത്, ഏതൊന്നിനെയും മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഈ ലോകത്തിൽ വേറൊന്നും അറിയേണ്ടതായിട്ട് ശേഷിക്കുന്നില്ലയോ, ആ ജ്ഞാനത്തെ അനുഭവത്തോടു കൂടി വിസ്തരിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മനസ്സിലാക്കണം, നമുക്ക് കിട്ടേണ്ടത് ചില ഭക്തന്മാർക്ക് കഴിഞ്ഞ ജന്മം ചെയ്ത വാസന കൊണ്ടോ എന്തുകൊണ്ടോ കുറേ പഠിക്കാതെ തന്നെ ചിലർക്ക് കിട്ടും. അന്നേരം പിന്നെ ചിന്തിക്കും, എന്തിനാ ഇനി ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുകയും പല സ്ഥലത്ത് പോയി പിന്നെ വേറൊരു സന്യാസിയെ കാണും, ഒരു ഗുരു, അങ്ങനെ ആവശ്യമുണ്ടോ? നമുക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ അത് പോരെ, അതിൽ തന്നെ നിറഞ്ഞു ഇരുന്നാൽ പോരെ. അതാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ അറിഞ്ഞവന് പിന്നെ അങ്ങനെ ഉള്ളവർക്ക് ഞാൻ എൻ്റെ ജ്ഞാനത്തെ, ആ അറിവിനെ
അനുഭവത്തോടുകൂടി പറഞ്ഞു തരാമെന്ന് ഭഗവാൻ പറഞ്ഞു. എന്താണ് മൂന്നാമത്തെ? മനുഷ്യാണാം സഹസ്രേഷു കച്ചിദ്യ കച്ചിദ്യതീ സിദ്ധയേ യഥാ അഭിസിദ്ധാനാം കച്ചിമാം വേത്തി തത്വത. സാരം: മനുഷ്യരിൽ ഏകദേശം 1000-ൽ ഒരുവൻ സിദ്ധിക്കായിക്കൊണ്ട് യത്നിക്കുന്നുണ്ടാവാം. അപ്പം എല്ലാവരുടെയും ഓരോരോ അവസ്ഥകളാണ്. എന്തിനാ ഈ ലോകത്ത് മൊത്തവും നമ്മൾ അറിവ് നേടി പഠിക്കാൻ നടക്കുന്നത്? സിദ്ധിക്ക് വേണ്ടി. ചിലർ 1000-ൽ ഒന്നേ അതും ഉള്ളു. 1000 പേര് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുറേ 1000 പേര് ഒരു പ്രഭാഷണം കേൾക്കാൻ തന്നെ 1000 പേര് കൂടുന്നു, ഒരു അമ്പലത്തിലോ എവിടെയെങ്കിലും. അപ്പോൾ ഈ 1000 പേരുള്ളതിൽ ഒരാൾ മാത്രം കേട്ടിരുന്ന് പ്രഭാഷണം കേട്ട് അറിവ് നേടി. എന്തിനു വേണ്ടി? സിദ്ധിക്ക് വേണ്ടി. ഇപ്പം നല്ല നല്ല അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അവരുടെ കൂടെ ഇപ്പം നമുക്ക് അറിയാം, കർത്താവായ യേശുദമ്പുരാൻ അത്ഭുതങ്ങൾ കാട്ടിയപ്പോഴല്ലേ ജനങ്ങൾ എന്നിട്ടും ഇല്ല. അത് ഗുരുദേവനെ അറിയാൻ വന്നത് എന്താണ്? 12 ശിഷ്യന്മാരേ ഉള്ളായിരുന്നു. എല്ലാവർക്കും പറ്റത്തില്ല. എന്നാലും കൃഷ്ണൻ പറയുന്നു, 1000-ൽ ഏകദേശം 1000 പേരിൽ ഒരുവൻ സിദ്ധിക്കായിക്കൊണ്ട് യത്നിക്കുന്നുണ്ടാവാം. എന്നാലും ഭഗവാന് വേണമെന്നല്ല, സിദ്ധിക്ക് വേണ്ടി. അപ്പം നമ്മൾ ഇതൊക്കെ പഠിച്ചുകൊണ്ട് ധ്യാനിക്കും, തപസ് ചെയ്യും. എന്തിനാ? ഭഗവാനെ എനിക്ക് ഇന്നത് വേണം, എനിക്ക് നല്ല സിദ്ധി കിട്ടണം. അപ്പോൾ ആഗ്രഹമാണ് അവിടെ കിടക്കുന്നത്. ആഗ്രഹത്തിനാണ് ഭഗവാനെ ധ്യാനിക്കുന്നത്, ഓർക്കണം. സിദ്ധിക്ക് വേണ്ടിയാണ്. ചിലരുടെ ധനത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആവശ്യങ്ങൾ, രോഗം മാറാൻ, ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്. എന്നാൽ 1000-ൽ ഒരുവൻ, ഇപ്പം 1000-ൽ ഒരുപാട് പേരെന്ത് ചെയ്യും? ഭഗവാനെ എനിക്ക് വീടില്ല മറ്റെന്തെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ ഇവിടെ 1000-ൽ ഒരുത്തൻ മാത്രമാണ് സിദ്ധിക്ക് വേണ്ടി ഭഗവാനെ ധ്യാനിക്കുകയും തപസ്സുകയും ചെയ്യുന്നത്. യത്നിക്കുന്ന വെച്ചാൽ പ്രയത്നിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ, അപ്പം ഈ അങ്ങനെയുള്ള 1000 പേരുടെ കൂട്ടത്തിൽ 1000-ൽ ഒന്ന് എന്നെ, അത് പരമാത്മാവിനെ സൂക്ഷ്മമായി അറിയുന്നവരുണ്ടാകും. അപ്പം മനസ്സിലാക്കണം, യാതൊന്നിനും വേണ്ടിയല്ല, ഭഗവാനെ അറിയാൻ വേണ്ടി ഈ 1000-ൽ ഒന്നേ ഉള്ളു. അതുപോലെ 1000-ൽ ഒന്ന് എന്തിനാ? സിദ്ധിക്ക് വേണ്ടി. സിദ്ധി എല്ലാവർക്കും നടക്കുന്നൊരു കാര്യമല്ല. അത് നല്ലൊരു തപസ് ചെയ്ത് എല്ലാം ഇത് നേടിയെടുത്തതിലെ സിദ്ധിക്ക് അത്രമാത്രം ഭഗവാനെ പോലെ ആവുകയാണ്. പക്ഷേ അവിടെയും ആഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ഒരു തപസ് ചെയ്യുമ്പോൾ അവിടെ ആഗ്രഹത്തിന് വേണ്ടിയാണ്, സിദ്ധിക്ക് വേണ്ടിയാണ് യത്നം ചെയ്യുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ ഒരു മോക്ഷത്തിന് പോലും ആഗ്രഹിക്കാതെ പരമാത്മാവിനെ വേണം, ഈശ്വരനെ വേണം, എനിക്ക് ഈശ്വരനോട് ലയിക്കണം എന്ന് കരുതുന്ന 1000-ൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മാഹാത്മ്യമുള്ളത് 1000-ൽ ഒന്നായ സിദ്ധിക്കല്ലാതെ ഭഗവാന് വേണ്ടി എല്ലാവരും എന്താ? ഈശ്വരന് വേണ്ടിയല്ല, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, വിഷയങ്ങൾക്ക് വേണ്ടി, അല്ലെ സിദ്ധിക്ക് വേണ്ടി. ഇവിടെ പരമാത്മാവിനെ വേണം, ഭഗവാന് വേണം എന്ന് ചിന്തിക്കും. 1000-ൽ ഒന്നേ ഉള്ളൂ. അതാ ഭഗവാൻ അവരുടെ കൂട്ടത്തിൽ, ഈ 1000 ഉള്ളവരുടെ കൂട്ടത്തിൽ 1000-ൽ ഒന്ന് എന്നെ, അതായത് ഈശ്വരനെ, പരമാത്മാവിനെ സൂക്ഷ്മമായി അറിയുന്നവരുണ്ടാകും. പക്ഷെ സിദ്ധി കിട്ടുന്നതന്നെ അങ്ങനെ യഥാർത്ഥത്തിൽ അറിയില്ല. കാരണം പരമാത്മാവിൽ ലയിക്കുന്നില്ല. അവർ സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ യഥാർത്ഥ ഭഗവാനെ ഉള്ളത്തിൽ അറിഞ്ഞ് ആനന്ദിക്കുന്ന ഒരേ ഒരു വ്യക്തി 1000-ൽ ഒന്നേ ഉള്ളൂ. അത് ഭഗവാൻ പറയുന്നത്. അതാണ് അർജുനന് കൊടുക്കുന്ന ഉപദേശം. നമ്മളിത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ എന്ത് വേണം? എല്ലാവർക്കും ഇന്നെന്താ ലോകത്തിൽ എല്ലാത്തിനും വേണ്ടി പ്രയത്നിക്കും. അത് വേണം ഇത് വേണം പറഞ്ഞ് പ്രയത്നിക്കും. അല്ലെങ്കിൽ എനിക്കും എല്ലാവരുടെയും മുമ്പിൽ കുറേ സിദ്ധി എടുക്കണം, അത്ഭുതങ്ങൾ കാട്ടണം, ഇങ്ങനെ കാണിക്കുമ്പോൾ ഭസ്മം കൈ കിട്ടണം, ഇങ്ങനെയൊക്കെ സിദ്ധികൾ, വിഭൂതി, ഇങ്ങനെയുള്ള സിദ്ധികൾ കാണിക്കാൻ വേണ്ടി ചിലർ. അത് 1000-ൽ ഒന്ന്. അതുപോലെ തന്നെ ആ 1000-ൽ ഒരുത്തനേ ഉള്ളു പരമാത്മാവിനെ അറിയുന്നവർ, സൂക്ഷ്മമായി അറിയുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നെ 4-മത്തെ, അപ്പം മനസ്സിലാക്കണം, നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് കുറച്ചേ അറിവ് കിട്ടുള്ളൂ, കുറച്ചേ നമുക്ക് ഭഗവാനെയുള്ള ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. കിട്ടിയില്ല എന്ന് കണ്ടാലും നമുക്കും ഭഗവാനെ മതി എന്നുള്ള ചിന്ത മതി. ബാക്കി എല്ലാ കാര്യവും എനിക്ക് എന്തിനെങ്കിലും ഒരു മുടക്കമുണ്ടോ? എല്ലാം എനിക്ക് എന്താണെന്ന് ഞാൻ അറിയപ്പോലുമില്ല. സർവ്വതും എനിക്ക് വേണ്ടാത്തത് തന്നെ, ഇഷ്ടം പോലെ വേണ്ടാത്ത കാര്യം അത്രമാത്രം എനിക്ക് ഞാൻ അറിയുന്നത് പോലുമില്ല. എല്ലാം നേടി തരുന്നൊരു ഭഗവാനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ എനിക്കത് വേണം ഇതുകൊണ്ടെന്ന് പറയേണ്ട കാര്യം വല്ലതുകൊണ്ടോ? അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിക്കാതെ നമ്മൾ പരമാത്മാവിനെ ലയിച്ച് ലയം പ്രാപിച്ച് ആനന്ദം അനുഭവിച്ച നിർവൃതി അടയുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം. അത് സിദ്ധിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട. എന്തിനാ സിദ്ധി? ഒന്നും കൊണ്ടുപോകാനില്ല, നമുക്കത് ദോഷമേ ചെയ്യുള്ളൂ. എൻ്റെ അച്ഛൻ പറയും, മക്കളെ, സിദ്ധി എടുത്താൽ മോക്ഷമില്ല, അത് വേറൊരു ലെവലാണ്. അത് അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. അച്ഛനെ ആരും ഒന്നും അറിയുന്ന പോലും ഇഷ്ടമല്ല. അത് ഇല്ലാഞ്ഞിട്ടല്ല, നടത്താം, പക്ഷേ അങ്ങനെയുള്ളവർക്ക് മോക്ഷമില്ല എന്നാ പറയാം. അതുകൊണ്ട് നമുക്ക് ഇതാണ് എൻ്റെ
അച്ഛൻ്റെ അമ്മയുടെയും തന്നെ അവസ്ഥയാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ പാഠം ഇരിക്കുന്നത്. 4-ാമത്തെ ശ്ലോകം, 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ ശ്ലോകം. ഭൂമിരാ അപ്പോ അനലോ, അപ്പ് വെള്ളം, അപ്പോ അനലോ വായു ഖം മനോബുദ്ധിരേവച. ഭൂമി, അപ്പ് വെള്ളം, അനലം അഗ്നി, വായു, ഖം ആകാശം, മനോ മനസ്സ്, ബുദ്ധി, രേവച അഹങ്കാരം. അപ്പോൾ നമുക്കെല്ലാം നമ്മുടെ പ്രകൃതിയാണ്. നമ്മൾ ഓരോരുത്തരും പ്രകൃതിയാണ്. ഞാനും പ്രകൃതിയുടെ ഒരാൾ, അങ്ങനെ എല്ലാവരും ജീവജാലങ്ങൾ മൊത്തം പ്രകൃതിയായി. ഈ പ്രകൃതിക്ക് അതാണ് ഇവിടെ പറയുന്നത്. എൻ്റെ മായ എന്ന മഹാശക്തി തന്നെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പോൾ എന്നിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ മക്കളിലും സർവ്വജീവനിലും ഇതില്ലാത്ത കാര്യമില്ല. ഒരു നായയാണെങ്കിലും ഈ ഭൂമിയും ഉണ്ടെങ്കിൽ അതിന് നിലനിൽക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ആഹാരം മൊത്തം ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പം ഭൂമി വേണം, എന്ന് വെച്ചാൽ അപ്പ് വെള്ളം വേണം, വായു അതായത് അനലൻ, വായു അനലൻ അഗ്നി, വായു, ഖം ആകാശം, മനസ്സ് മനോ, ബുദ്ധി. നായ്ക്കും ഉണ്ട് കുറേ ബുദ്ധികൾ. നമ്മളെക്കാളും എനിക്ക് തോന്നിയിപ്പം ഈ നായ്ക്കൾക്കൊക്കെയാണ് ബുദ്ധിയെന്ന്. എന്നിട്ടോ അഹങ്കാരമുണ്ട്. വേണ്ടാത്ത അഹങ്കാരം കാണിക്കും. അപ്പോൾ എല്ലാവരിലും കുറേ മൃഗങ്ങളിലും നമുക്ക് മനുഷ്യർക്കാണ് കൂടുതലല്ല. അതുകൊണ്ട് നമുക്ക് മനുഷ്യരെ പറ്റി ചിന്തിക്കാം. ഇതെല്ലാം അടങ്ങിയതാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ മായ എന്ന മഹാശക്തി. അപ്പോൾ ഈ പ്രപഞ്ചം പ്രകൃതി എന്താണ്? ഭഗവാന്റെ മായ. ഈ മഹാശക്തി തന്നെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അതായത് പഞ്ചഭൂതങ്ങളും. പിന്നെ അതിലൂടെ നമ്മൾ പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയ ഈ കൂടാരം, നമ്മുടെ ദേഹം, ഇത് മൺകുടം പോലെയാണ്. അത് നമ്മളിൽ 5 കൂട്ടം ഭൂതങ്ങൾ, പഞ്ചഭൂതം ഉണ്ട്. അതിനോട് പിന്നെന്തൊക്കെയുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇങ്ങനെ 8 കാര്യങ്ങളുണ്ട്. പഞ്ചഭൂതം 5ഉം മനസ്സും ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ 8 വിധമായി ഭേദപ്പെട്ടത് തന്നെയാണ് എൻ്റെ ഈ പ്രകൃതി. ഭഗവാന്റെ പ്രകൃതിയാണിത്. ഭഗവാന്റെ തന്നെ മായയാണ് ഈ പ്രകൃതി. ആ പ്രകൃതിയിൽ നമ്മളെല്ലാവരും ഇത്രയും 8 കൂട്ടം കാര്യം കൊണ്ടാണ് നമ്മളിവിടെ കഴിയുന്നത്. ഈ മനസ്സും അഹങ്കാരവും ബുദ്ധിയും പഞ്ചഭൂതം കൊണ്ടുള്ളതാണെന്ന് ഭഗവാൻ പറഞ്ഞു തരുവാണ്. അപ്പം ഇനി 5-ാമത്തിൽ എന്താ പറയുക? അപരേയം ഇതസ്തുന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂത മഹാബാഹോ യേദം ധാര്യതേ ജഗൽ. ഹേ വീരാഗ്രഹണി എന്ന് വെച്ചാൽ അത്രയ്ക്ക് വീര്യവാനായ അർജുന, വീരന്മാരിൽ അഗ്രതം, അത്രമാത്രം അറ്റമുള്ളവന്, അത്രമാത്രം ഉയർച്ച വീരന്മാരാണ്. അത്ര എന്താ പറയുക, അതിനപ്പുറത്ത് ഒരു വീരാഗ്രനില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അർജുന, മേൽ കാണിച്ച വിധത്തിലുള്ള പ്രകൃതി രൂപം, ഈ മനസ്സും ബുദ്ധി അഹങ്കാരവും ഈ ഭൂമി ജലം ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളും ഈ പ്രകൃതി രൂപം നിസ്സാരമായ ഒന്നാണ്. ഇത് ഭഗവാൻ കൃഷ്ണൻ്റെ, പരമാത്മാവായ കൃഷ്ണൻ്റെ, അത് സാധാ കൃഷ്ണനല്ല, പരബ്രഹ്മമൂർത്തിയായ പിതാവായ കൃഷ്ണൻ പറയുന്നു, എൻ്റെ ഈ പ്രകൃതി ഒരു നിസ്സാരമാണ്. അതായത് യഥാർത്ഥ പ്രകൃതി ശക്തി ഇതല്ല, നമ്മൾ തന്നെ ഉണ്ട്, അതുണ്ട്, അത് ജീവശക്തിയായി ഉണ്ട്. ഭഗവാൻ പറഞ്ഞ ഈ 2 പ്രകൃതിയാണ്. 2 വെച്ചാൽ ഇത് അവിദ്യയാകുന്ന പ്രകൃതിയും വിദ്യാരൂപിണിയായിരുന്ന വിദ്യ കൊണ്ടുള്ള പരാശക്തി നമ്മുടെ ഉള്ളത്തെ ജീവാത്മാവായി കുടികൊള്ളുന്നു. കുണ്ടലിനി ശക്തി അത് ഭഗവാന്റെ പരാശക്തിയാണ്. അതാണ് ഇതിപ്പോൾ ഒരു 4-ൽ 1 അംശം ഈ പ്രകൃതിക്ക് ഇതുള്ളു. ഭഗവാന്റെ കുറഞ്ഞ നിസ്സാരമായ പ്രകൃതി മായ. അതുകൊണ്ട് ഇതിൽ നിന്നാകട്ടെ വേറെയായി ജീവസ്വരൂപമായ ഒന്നിനാൽ ഭൂമി ജഗത്ത് ധരിക്കപ്പെടുന്നു പോയി. അപ്പം ഇതിന് ഏതാണ്ട് ഒന്നുണ്ട്. അതെന്താണ്? ശ്രേഷ്ഠമായ പരാശക്തി. വേറായി ജീവസ്വരൂപമായ, വേറായ ഈ പ്രകൃതി അല്ലാതെ, ഈ മഹാമായ അല്ലാതെ വേറായ ഒരു പ്രകൃതി ശക്തി ഉണ്ട്. അത് ജീവശക്തി, എല്ലാവരിലും കുടികൊള്ളുന്ന ജീവശക്തിയായിട്ട്, അതാണ് ജീവസ്വരൂപമായ ഒന്നിനാൽ അത് ഈ ഭൂമി ജഗത്ത് മൊത്തം ധരിക്കപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ കാക്ക ഉണ്ടെങ്കിൽ അതിലും വേണം ജീവശക്തി. അപ്പോൾ പരയായ ശക്തി അതിലും വേണം. ഏതൊരു ജീവജാലങ്ങളിലും അതുണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ ശ്രേഷ്ഠമാകുന്ന ആ പരാശക്തി എൻ്റെ പരയായ ഉത്കൃഷ്ടമായ പ്രകൃതിയായി അറിയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പരമമായ ആ ശക്തിയാണ് ഈ സർവ്വജഗത്ത് മൊത്തവും ധരിക്കപ്പെട്ടിരിക്കുന്നത്. പരാശക്തി, അതായത് അത്രമാത്രം ഊർജം ശക്തിപ്പെട്ട് നിൽക്കുന്ന, അത് ഈ നിസ്സാരമായ പ്രകൃതി അല്ല.
രണ്ട് അവസ്ഥയാണ്. അത് വിദ്യയായിരിക്കുന്ന അറിവ് നേടുമ്പോൾ ഈ നിസ്സാരമായ പ്രകൃതിയിൽ നിന്ന് നമ്മൾ വിട്ടുമാറി പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള അറിവ് നേടാൻ ഈ വിദ്യാരൂപിണിയായിരിക്കുന്ന പരാശക്തിയാണ് നമുക്ക് വഴികാട്ടി തരുന്ന ആ ശക്തി സ്വരൂപിണി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാന്റെ മഹാമായ നിസ്സാരമായ പ്രകൃതിയാണിത്. ഇതിന് ശ്രേഷ്ഠമായ ഒരു പ്രകൃതി ഭഗവാനുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം മേൽ കാണിച്ച വിധത്തിലുള്ള പ്രകൃതി രൂപം ഈ 8 അവസ്ഥയായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. മനസ്സും ബുദ്ധിയും അഹങ്കാരവും പഞ്ചഭൂതവും കൂടെ ചേർന്നുള്ള നിസ്സാരമായ ഒന്നാണ് നമ്മുടെ ഈ ദേഹം. എന്നാൽ ഈ ദേഹത്തിൽ ഇതിനെ കടത്തിവെട്ടാനൊരു എന്താ ഉള്ളത്? ഇതിൽ നിന്നാകട്ടെ വേറെയായി ജീവസ്വരൂപമായ നമ്മളെ ഉള്ളത് ജീവസ്വരൂപമായ, നമുക്ക് ഈ ദേഹം മാത്രം കൊണ്ടുമല്ല നടക്കൂ, ജീവസ്വരൂപമായ ഒന്നിനാൽ, ഈ പരാശക്തി ഒന്നിനാൽ ഭൂമി അതായത് ജഗത്ത് ധരിക്കപ്പെടുന്നുവോ അതിനെയാണ് എൻ്റെ പരയായ ഉത്കൃഷ്ടമായ പ്രകൃതിയായി അറിയേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, മഹാമായ ഭഗവാന്റെ ഒറിജിനൽ അങ്ങേ അറ്റത്ത് പരമമായ പ്രകൃതിയല്ല, അത് ശക്തി സ്വരൂപിണിയാണ്. അത് നമ്മൾ അംബിക എന്താ പറയുക, ചോറ്റാനിക്കര അമ്മയെന്നും മൂകാംബിക എന്നൊക്കെ പറയുന്ന ആ പരയായ ശക്തിയാണ് അവിടെ ഇരിക്കുന്നത്. ഇത് നമുക്കൊക്കെ ശരീരം നടന്ന പ്രകൃതിയാണ്, അതും ഭഗവാന്റെ തന്നെയാണ്. ഈ 2 അവസ്ഥയാണ്. നമുക്കെല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ഈ പ്രകൃതി നമ്മൾ ഉൾപ്പെടെ പ്രകൃതിയാണ്. ഞാനും പ്രകൃതിയാണ്, അതിൻ്റെ ഒന്നാണ് ഞാൻ. എത്രത്തോളം ലോകത്തുണ്ട് അതിലൊന്ന് ഞാനാണ് ഈ പ്രകൃതി. ഇതെല്ലാടെ കൂടുന്നതാണ് പ്രകൃതി. അതെന്തിനാ ഭഗവാന്റെ ഈ മഹാമായ ശരീരം? എന്തുകൊണ്ടാണ് അത് മഹാമായ എന്ന് പറയാൻ പേരിട്ട്? ഇത് നാളെ എന്നെ കാണത്തില്ലെങ്കിൽ ഞാൻ മായയല്ലേ, ഇന്നുണ്ട് നാളെ ഇല്ല, അല്ലെങ്കിൽ ഈ നിമിഷമുണ്ട് അടുത്ത നിമിഷം ഞാൻ ഇവിടുന്ന് മറഞ്ഞു പോകുന്നു. ശരീരം വെടിഞ്ഞു പോകുമ്പോൾ മായ മറന്നില്ലേ, 5-6 ദിവസം മണ്ണായിട്ട് കിടന്ന് ഇട്ട് അഴി മണ്ണിലങ്ങ് ചേരും. പിന്നെ എന്നെ കാണുന്ന ഇവിടെ കിടന്ന ചിലപ്പോൾ അന്നോ പിറ്റെന്നൊക്കെ മാന്തിയ ആ ദേഹം കാണാമായിരിക്കും ജീവശക്തി ഇല്ലാതെ. ആ പരാശക്തി ഉള്ളിൽ നിന്ന് പോയിട്ട് ജഡമായി മാറുന്നതിനെയാണല്ലോ കുഴിച്ചിടുന്നത് അല്ലെ കത്തിക്കുന്നത്. അപ്പം ഇതിനെയാണ് മഹാമായ എന്ന് പേരിട്ടേക്കുന്നത്. ഇത് നമ്മൾ മായ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓരോന്നിനെയും ഇന്ന് കാണും നാളെ കാണുന്നില്ല, അതാണല്ലോ കൺകെട്ട് വേല. ഇതിൻ്റെ കൺകെട്ടാണ് ഓരോരുത്തർ കാണിക്കുക. കുറേ ഒരു തുണി എടുത്ത് ചുറ്റി ഇങ്ങനെ ആക്കും, കുറേ പക്ഷികളായി അല്ലെങ്കിൽ കുറേ ചെടികളായി, ഇതൊക്കെ കൺകെട്ട് മായയാണ്. അതുപോലെ ഒന്നാണ് ഇതും. നമ്മൾ ഇന്ന് കാണുന്നത് നാളെ കാണുന്നില്ല, ഇങ്ങനെ ഓരോന്നും കാണാതെ പോകുന്നു. അതുകൊണ്ട് ഇത് പതുക്കെ വരുന്നു പോകുന്നു. ഒരു കുമിള വരുന്നു, പൊട്ടുന്നു, എന്നുവെച്ചാൽ മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, ഇങ്ങനെ പ്രളയം വരെ ഇങ്ങനെ പോകും. വന്നും പോയും നിൽക്കുന്നു. അതുകൊണ്ടാണ് അതിനെ മായ. ദിവസേന ഉള്ളതല്ല, ഉള്ള കാലവും ഇവിടെ നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഭഗവാന്റെ ഒരംശമേ ഉള്ളൂ ഈ മഹാമായ. ഇതിൽ ശ്രേഷ്ഠമായ ഒന്നാണ് ജീവസ്വരൂപമായി ഒന്നിൽ ജഗത്ത് ധരിക്കപ്പെടുന്നത്. അതിനെയാണ് എൻ്റെ പരയായ ഉത്കൃഷ്ടമായ പ്രകൃതിയായി അറിയേണ്ടത്. അപ്പോൾ ഭഗവാന്റെ ഉത്കൃഷ്ടമായ പരാശക്തി ആരാ? മഹാമായ. ഈ പ്രകൃതി മഹാമായ അല്ല, എല്ലാവരുടെയും കുണ്ടലിനി ശക്തിയായിട്ട് നമ്മൾ തന്നെ ഉണ്ട്, ഓരോരുത്തരിലും ഉണ്ട്. അതാണ് നമ്മളെ കർമ്മം അനുസരിച്ച് നമ്മളെ പ്രവർത്തിച്ച് ബലപ്പെടുത്തി നമുക്ക് വേണ്ടുന്ന ഐശ്വര്യങ്ങൾ എല്ലാം ആ കൃപയോടുകൂടി നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതെല്ലാം ആ ശക്തി സ്വരൂപിണിയാണ്. ആ ശക്തി ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആക്കാനോ പറയാനോ കെൽപ്പില്ല. ശക്തിയില്ലെങ്കിൽ ഒരു പദം മുമ്പോട്ട് വെക്കാൻ പോലും പറ്റില്ല. ശക്തിയില്ലെങ്കിൽ ഒരു ഒറ്റ പദം വയ്പ്പാൻ ശക്തൻ ആരഹോ ലോകത്തിലുള്ളത്. ഒരു ശക്തിക്ക് ഈ ശക്തിയില്ലെങ്കിൽ ആർക്കും ഒരു ചുവട് മുമ്പോട്ട് നടക്കാൻ പറ്റത്തില്ല, ഇതൊന്നും പറയാനും പറ്റത്തില്ല, ഒന്നിനും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഭഗവാന്റെ പരയാണ്, വേറെ എങ്ങൊന്നും വന്നതല്ല, ഭഗവാനിലുള്ളത് തന്നെയാണ്. ഈ പ്രകൃതിയാകുന്ന ഭാര്യയും പരാശക്തിയാകുന്ന ഈ കുണ്ടലിനി ശക്തി എന്ന് നമ്മൾ പറയും, എല്ലാവരിലും ഉണ്ട്. അത് ഭഗവാനിലും എല്ലാം അടങ്ങി ശിവശക്തിയായിട്ട് തന്നെ ഇരിക്കുക. അത് ശിവ എന്ന് വെച്ചാൽ മംഗളസ്വരൂപനാണ്. ആ ശിവ പരബ്രഹ്മമാണ്. അതാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് ഈ പരബ്രഹ്മമായി കൃഷ്ണനായി ഇവിടെ വന്നത്. ആ മംഗളസ്വരൂപത്തിൽ തന്നെ ഉള്ളതാണ് ഈ ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ പ്രകൃതി ശക്തി സ്വരൂപിണി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ 2 തരം മഹാമായായിരിക്കുന്ന ഭാര്യയുണ്ട്. അതെല്ലാവർക്കും ഭഗവാൻ കൃഷ്ണൻ്റെ ശരീരവും അത് തന്നെയാണ്. ആ ഭഗവാന്റെ മായയിൽ നിന്ന് തന്നെയാണ് ഭഗവാൻ രൂപമെടുത്തത്, ശരീരം എടുത്ത് കൃഷ്ണൻ്റെ രൂപത്തിൽ വന്നത്. അങ്ങനെ ഓരോ വിഗ്രഹങ്ങളും ശരീരങ്ങളും ഇവിടെ എടുത്തെല്ലാം ഈ പ്രകൃതിയാകുന്ന നിസ്സാരമായ ഇതിൽ നിന്നാണ് ശരീരം എടുത്തേക്കുന്നത്. എന്നാൽ അതിന് ഉള്ളിൽ ആരാ? ഇപ്പോൾ ഭഗവാന്റെ ഉള്ളത്തിൽ ആരാ ഇതൊക്കെ പ്രവർത്തിക്കുന്ന? ആ ശക്തിയാണ്. അതില്ലേ എല്ലാവരും ശക്തിയെ ശിവൻ പോലും എപ്പോഴും ഇങ്ങനെ നമുക്ക് ഭഗവാൻ ശിവൻ പോലും പ്രാർത്ഥിക്കും. ഞാൻ പണ്ടൊക്കെ വിചാരിക്കും ആ ശക്തി സ്വരൂപിണിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകമാതാവാണത്. അത് ലോകത്ത് ആ മാതാവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്.
അപ്പോൾ പിന്നെ നമ്മൾ അപ്പം പരമേശ്വരൻ എപ്പോഴും ധ്യാനിക്കുന്നു. അവിടെ എല്ലാവരും ഇവിടെ ഭൂമിയിൽ ജനിച്ച അവതാരം എടുത്ത ശരീരം എടുത്ത എല്ലാവരും ആ ശക്തിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. ശക്തിയെ പ്രാർത്ഥിക്കാനും ശക്തി നിറഞ്ഞു കിട്ടൂ. എല്ലാവർക്കും ശക്തി എടുക്കണ്ടേ? ഇപ്പം തന്നെ ഞാനൊരു വാക്ക് പറയും, എന്നിൽ ശക്തി ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വർഷം മിണ്ടാൻ പറ്റാതിരിക്കും. അപ്പം നമുക്ക് എന്ത് വേണം? നമുക്ക് ആ ശക്തി നാവിൻ മുമ്പത്തെ അമ്മേ ദേവി ഇരിക്കണേ, ഇതൊക്കെ സംസാരിക്കാനും പറയാനൊക്കെ ഓരോ ഭക്തന്മാർ, ഓരോരോ യോദ്ധാക്കൾ അവർക്ക് വേണ്ടി അവർ തൊടുമ്പോഴെല്ലാം നമുക്ക് അതിൽ എന്താ പറയുക, വിദ്യാരംഭത്തിൻ്റെ പൂജ വയ്പ്പിന് അവരവർക്കുള്ള ഇപ്പോൾ തയ്യൽ മിഷനാണെങ്കിൽ മിഷൻ പൂജ വെക്കും, യോദ്ധാക്കൾ ആയുധങ്ങൾ പൂജ വെക്കും. ആ അമ്മയെ ശക്തി സ്വരൂപിണിയായിട്ട് എല്ലാവരും എന്തിനാ അവരവർക്കുള്ള തൊഴിലിന് വേണ്ടി ശക്തി കിട്ടണ്ടേ? അപ്പോൾ എനിക്കിപ്പോൾ സംസാരിക്കാൻ ശക്തി കിട്ടണ്ടേ? അപ്പോൾ എനിക്കും അമ്മ വേണ്ടേ? ശക്തി വേണ്ടേ? അതുകൊണ്ട് പരമേശ്വരൻ ശക്തി വേണ്ടേ? പരമേശ്വരന് എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കുന്നു, ഭഗവാൻ കൃഷ്ണൻ അത്ഭുതം കാണിക്കുന്നു, ശക്തി വേണം. അപ്പം എല്ലാവരും ആ അമ്മയെ പ്രാർത്ഥിച്ചേ പറ്റൂ. അമ്മയാണ് ലോകമാതാവ്, ആ ചൈതന്യമാണ് പിതാവ്. അതാണ് നമ്മൾക്ക് രൂപം വേണ്ട, ആ ചൈതന്യത്തെ മതി, ആ ശക്തിയെ മതി. അമ്മയും ശക്തി, അതാ പരമാത്മാവായ ചൈതന്യവും അമ്മയാകുന്ന ശക്തിയും കൂടെ, ആ ശിവശക്തി നമ്മുടെ ഉള്ളത്തിൽ പരബ്രഹ്മമായി മാറിയാൽ നമുക്ക് രൂപം വേണ്ട. അത് അങ്ങനെ ആയിത്തീരണം. ഓരോ മക്കളും ഭക്തന്മാർ വിചാരിക്കും, അയ്യോ എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം, അല്ലെങ്കിൽ ഇന്നരെ കാണണം. ഇതൊക്കെ പുറമേ ഉള്ളത് ഒരു എന്താ പറയുക, അത് അത്രത്തോളം എത്താത്തോണ്ടങ്ങ് തോന്നുക. അതൊക്കെ മേലെ പോയി വരുമ്പോൾ നമ്മളും പിന്നെ എന്തായി വരും? ആ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന നിഷ്കള ബ്രഹ്മത്തെ തന്നെ ലയിച്ച് ആനന്ദം അനുഭവിച്ച് ആ കൃപ നമ്മളിലേക്ക് എപ്പോഴും ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായി മാറണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ശക്തിയുമുണ്ട് ചൈതന്യമുണ്ട്. ഇത് രണ്ടും കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.